ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മന്ത്രിസഭാ യോഗം സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. ഭരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് നിരവധി വർഷങ്ങളായി സംസ്ഥാന ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന ലീക്കേജ് ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 5 പരിഷ്കാരങ്ങൾ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ, ട്രാക്കിംഗ് ആൻഡ് ഹാർമണൈസേഷൻ പോർട്ടൽ. ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. മുഴുവൻ കാര്യങ്ങൾ, ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക നിർമ്മിതികൾ, റോഡുകൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ അസറ്റുകളുടെ ഒരു രജിസ്റ്റർ ഉണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്റ്റ് രജിസ്റ്ററാണ്. എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ ക്യാപിറ്റൽ പ്രോജക്ട്സ്, മൂലധന, ആദ്യത്തെ കാര്യം പ്ലാൻ സ്പേസ് 2.0, പ്ലാൻ സ്പേസ് പ്രോജക്റ്റ് രജിസ്റ്ററാണ്. പ്ലാൻ അതായത് എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികൾ, അതായത് ക്യാപിറ്റൽ പ്രോജക്ട്സ്, അതെല്ലാം ജിയോ ടാഗ് ചെയ്യും. അതിനെ ഒരു GIS അധിഷ്ഠിത പ്രോജക്റ്റ് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 പ്ലാറ്റ്ഫോം വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 1900-ലധികം, ഏകദേശം 2000-ഓളം പ്ലാൻ പദ്ധതികളുടെ സാമ്പത്തികവും ഭൗതികവുമായ പുരോഗതി ഇതിപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ ജിയോ മാപ്പിംഗ് സംവിധാനമില്ല. പോർട്ടലിന്റെ സിംഗിൾ മാപ്പ് ലെയറിൽ പദ്ധതി നടപ്പാക്കുന്ന സ്ഥലം, കോർഡിനേറ്റുകൾ, നടപ്പിലാക്കുന്ന ഏജൻസികൾ, ഇത് ചെയ്യുന്നത്, അനുമതി നൽകുന്ന അധികാരികൾ, ഫണ്ടിന്റെ സോഴ്സസ്, നിർമ്മാണ ഘട്ടങ്ങൾ, ഇതെല്ലാം ഈ പ്രോജക്റ്റ് രജിസ്റ്ററിലൂടെ എല്ലാ പ്രോജക്റ്റുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു രജിസ്ട്രി, ഒരു അസറ്റ് രജിസ്റ്റർ. 591 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സർക്കാരിന്റെ കീഴിൽ. ഏകദേശം 19,000 കോടിയോളം രൂപയാണ് ഇതിന്റെ സാലറി ആയിട്ട് പോകുന്നത്. പലതും പല കാലത്ത് രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞിട്ടും പല രീതിയിൽ അത് തുടരുകയാണ്. പല സ്ഥാപനങ്ങളും പലരും ഡെപ്യൂട്ടേഷനിലൊക്കെ പോവാണ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും. അതെല്ലാം നമ്മളിന്ന് സമഗ്രമാക്കും. അത് ഒരേ സ്വഭാവമുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും, സമഗ്രമാക്കും, ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. അതിനുള്ള ഒരു വിപുലമായ ഒരു പദ്ധതിയാണ് ചെയ്യുന്നത്. പിന്നെ 4-മത്തെ കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട്. പിന്നെ പല ആക്ടിൽ തന്നെ പരസ്പര വിരുദ്ധമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ പ്രോജക്റ്റുകളും മറ്റും ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അപ്പം അതിനുള്ള ഭേദഗതി, നിയമപരമായ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രിപ്പറേഷൻ ഉണ്ടാകും. 5-മത്തെ, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ. അതായത് ബിസിനസ്സുകൾ ആയിട്ട് വരുന്നവരൊക്കെ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകളെ ലളിതമാക്കുന്നതിനായിട്ട് നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണ്. അതായത് ധനകാര്യം, നിയമം, നികുതി, വ്യവസായം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ പരമ്പരാഗതമായ രീതികൾ പലപ്പോഴും പല ഫയലുകളായി പോകുന്നതിനും അനാവശ്യമായ പേപ്പർ സമർപ്പണത്തിനും ഒന്നിലധികം പരിശോധനാ ഘട്ടങ്ങൾക്കും അനാവശ്യമായ ഓഫീസ് സന്ദർശനങ്ങൾക്കും ഇത് കാരണമാകുന്നു. അപ്പോൾ നിർദ്ദിഷ്ട നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ സേവന നടപടികളെ ലളിതമാക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളിത് നടപ്പാക്കി കഴിയുമ്പോൾ വലിയ മാറ്റമായിരിക്കും.
പദ്ധതികളുടെ കാര്യങ്ങളിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ സർക്കാരുകളും ഓഫീസുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇത്. അതുപോലെ പൊതുഭരണ വകുപ്പിൻ്റെ ഈ മുൻഗണനാ പദ്ധതി നിർവഹണത്തിനും വകുപ്പുകൾ പ്രയോറിറ്റി പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി സെക്രട്ടറിമാരുടെ ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നേരത്തെ 90 ഏക്കർ ഭൂമി ബ്രഹ്മോസ് എയറോസ്പേസ് നൽകിയിട്ടുണ്ട്. അത് 150 ഏക്കറാണ് അവർക്ക് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ 90 കൊടുത്തിട്ടുള്ളൂ. 90 കൂടി കൊടുത്താൽ മാത്രമാണ് DRDOയിൽ നിന്ന് അതിൻ്റെ ബാക്കിയുള്ള അംഗീകാരം കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 90 ഏക്കർ കൂടി ബ്രഹ്മോസ് എയറോസ്പേസ് നൽകിക്കൊണ്ട് DRDOക്കാണ് നമ്മളത് കൊടുക്കുന്നത്. ആ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ കെൽട്രോണിൻ്റെ അംഗീകൃത ഓഹരി മൂലധനം നിലവിലുള്ള 35 കോടി രൂപയിൽ നിന്നും 60 കോടി രൂപയായി ഉയർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വിജിലൻസ് ആയി G ശശീന്ദ്രനെ നിയമിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതുപോലെ ലേബർ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എല്ലാ ട്രേഡ് യൂണിയനുകളുമായി സംസാരിച്ചൊരു തീരുമാനമെടുക്കും. ഡോക്ടർ KK രാമചന്ദ്രനെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിച്ചു. ഇത്ര തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് അറിയിക്കും പിന്നീട്. അതിൽ നമുക്ക് സംസ്ഥാനത്തുള്ള ഏജൻസികളെ ഏതെല്ലാം തരത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും ആ ഏജൻസികൾ ഉപയോഗിക്കും. കാരണം നമ്മുടെ ഡേറ്റാ സെക്യൂരിറ്റിയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ പോർട്ടൽ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. പോർട്ടൽ 100 ഡേയ്സിൻ്റെ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് പോർട്ടൽ. കേരളത്തിൽ തന്നെയുള്ള ഏജൻസിയാണ്. പിന്നെ അവരുടെ പരിമിതിക്ക് അപ്പുറം വന്നാൽ മാത്രമാണ് മറ്റ് ഏജൻസികൾ, സംസ്ഥാനത്തുള്ള ഏജൻസികളെ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കും. അതിൻ്റെ പരിധിക്ക് അപ്പുറത്ത് വരുവാണെങ്കിൽ മാത്രമാണ് മറ്റ് ഏജൻസികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഒരു പ്രശ്നം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. മറ്റേ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായി. അപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വമുണ്ട് ഈ രംഗത്ത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ലാത്ത സ്ഥിതി വരും. നേരത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതായി. ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പ്രശ്നം മനസ്സിലായല്ലോ. നേരത്തെ ഒരു തൊഴിൽ നിയമവും ഇല്ല. ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ ഈ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളോടും അല്ല എതിർപ്പ്. 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എതിർപ്പ്. ഞങ്ങളും പാർട്ടി എന്നുള്ള നിലയിൽ ലേബർ കോഡിനെ പാർലമെന്റിൽ ഞങ്ങൾ എതിർത്താണ്. പക്ഷേ ഏതെങ്കിലും തൊഴിൽ നിയമം സംസ്ഥാനത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പറ്റുമോ? തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഇപ്പം തന്നെ വകുപ്പിനായി അനുവദിച്ചു. വിപണി ഇടപെടലിനായി 273 കോടി രൂപയും, അതായത് സൗജന്യ കിറ്റ് ഉൾപ്പെടെ നെല്ല് സംഭരണ ബോണസായി 154 കോടി രൂപയും, ഗതാഗത ചാർജ് ഇനത്തിൽ 20 കോടി രൂപയും കൊടുക്കും. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ട്. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ 20 വരെ നടപ്പാക്കും. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും
24,506 മെട്രിക് ടൺ ഗോതമ്പ് ലഭ്യമാക്കും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. പിന്നെ വിപണി ഇടപെടലിന്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. അപ്പോൾ വിപണിയിലെ വിലക്കയറ്റം ഇടപെടാൻ വേണ്ടി ജാഗ്രതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം 3 ഗഡുക്കളായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് കൊടുക്കുന്നത്. ആ 3 ഗഡു കൊടുക്കാതെ ഇറങ്ങിപ്പോയ ആളുകളാണ് ഇപ്പൊ സമരം ചെയ്യുന്നത്. ഞങ്ങൾ 1 ഗഡു കൊടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. 1 ഗഡു കൊടുക്കുന്നതിനുള്ള 1 ഗഡു കൊടുക്കും, ഉടൻ വിതരണം ചെയ്യും. അല്ല, 1 ഗഡു കൊടുക്കുന്നു തീരുമാനം എടുത്തിട്ടുണ്ട് സർക്കാർ, ഉടൻ വിതരണം ചെയ്യും. ഗൗരവമുള്ള ഇതാണ് കിട്ടിയിരിക്കുന്നത്. 3 അധ്യാപകരെ അറസ്റ്റിലാണ്. വളരെ ഷോക്കിംഗ് ആയിട്ട് തന്നെ ഒരു ഡോക്ടർ അറസ്റ്റിലാണ്, ഒരു പ്രാക്ടീസിങ് ഡോക്ടർ അറസ്റ്റിലാണ്. കേസാണ്, അറസ്റ്റിലാണോ നോക്കണം, കേസാണ്. വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിൻ്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് അതിശക്തമായി കർശനമായി ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയാണ്. വളരെ പ്രയോറിറ്റി പ്രോഗ്രാമാണ് തൂഫാൻ എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ. നടപടിക്രമങ്ങളെല്ലാം ലഘൂകരിക്കും. നടപടിക്രമങ്ങൾ അങ്ങനെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ പരിഹരിക്കും. ഇതിന് പണവും കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആവശ്യമായ പണവും കൊടുത്തിട്ടുണ്ട്. ബജറ്റിൽ തന്നെ ബജറ്റ് പ്രസംഗത്തിന്റെ മറുപടിയിൽ പ്രത്യേകമായി പണം ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ആ കേസൊക്കെ ഒരു ധൃതിയും കൂടാതെ സമചിത്തതയോടുകൂടി ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി SIT രൂപീകരിച്ച ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ SITയുടെ അന്വേഷണത്തിന്റെ ആദ്യത്തെ റിപ്പോർട്ട് കിട്ടി. ആദ്യത്തെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് 2ാമത്തെ റിപ്പോർട്ട് കിട്ടി. ആ 2ാമത്തെ റിപ്പോർട്ട് DGP പരിശോധിച്ച് ഈ അഡീഷണൽ DGPക്ക് അദ്ദേഹത്തെ കേൾക്കാനുള്ള അവസരം കൊടുത്ത്, മനസ്സിലായി, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നടപടിയെടുത്തു. ആഭ്യന്തര മന്ത്രിയെ കണ്ട്, ഞാൻ കണ്ടു, ഫയല് കണ്ട്, നടപടിയെടുത്തു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കുറേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടി ശ്രമിക്കുന്നു എന്നൊക്കെ ഒരുപാട് വാർത്ത കൊടുത്തു. 2 മാസമാണ് ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം. 2 മാസം തികഞ്ഞപ്പോഴേക്കും അത് നടപ്പാക്കി. മാധ്യമങ്ങള് പലതരത്തിലുള്ള വാർത്തകൾ കൊടുത്തു. മാധ്യമങ്ങളുടെ വാർത്ത അനുസരിച്ച് ഒരാളെ പിറ്റേ ദിവസം രാവിലെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് CAT-ല് ക്യാറ്റില് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയിട്ട് ഒരു സ്റ്റേ പോലും കിട്ടാതിരുന്നത്. എന്തുകൊണ്ടാ? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭംഗിയായിട്ടാണ്, ചിട്ടയായിട്ടാണ് അത് ചെയ്തത്. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ ധൃതി കൂട്ടല്ലേ. ഗവൺമെന്റിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടിയെടുക്കാൻ പറ്റുമോ? റിപ്പോർട്ട് കിട്ടാതെ, നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടാതെ. ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു. 2ാമത്തെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് 1, 2, 3, 4 ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നത്. അതിന്റെ പുറത്തല്ലേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ട് പിറ്റേ ദിവസം കയറി ഗവൺമെന്റ് നടപടിയെടുത്താൽ ഗവൺമെന്റ് കോടതിയിൽ കേസ് വരുമ്പോൾ എന്തു പറയും? എപ്പോഴും പ്രൊസീജിയർ ഫോർമാലിറ്റീസ് EPLന്റെ ജോലി ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് അത് ചെയ്തതിന് എത്രമാത്രം വിമർശനങ്ങളാണ്. ഒരാഴ്ച 10 ദിവസം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല, ഒരു മാധ്യമങ്ങളെ വിമർശിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഈ കാര്യത്തിൽ നിങ്ങൾ കുറെ ദിവസം, 10 ദിവസക്കാലം കൊടുത്ത വാർത്ത ശരിയായിരുന്നോ? അതായിരുന്നോ ശരി? സർക്കാർ ചെയ്തതായിരുന്നോ ശരിയെന്ന് നിങ്ങളൊരു പരിശോധന നിങ്ങളുടെ എഡിറ്റോറിയൽ റൂമിലെങ്കിലും നടത്തിയാൽ നന്നായിരുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇല്ല, അതൊക്കെ ആസ് യൂഷ്വൽ അതൊക്കെ നടക്കും. നടത്തി കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കും.
പരിശോധിക്കും. അത് നേരത്തെ ചെയ്തു തുടങ്ങിയ കാര്യമാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചെയ്ത കാര്യമല്ല, നേരത്തെ ചെയ്ത കാര്യമാണ്. അപ്പൊ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ അത് അന്വേഷണ നടപടിയെടുത്തു. ബാക്കിയുള്ള തുടരന്വേഷണം ആസ് യൂഷ്വൽ നടക്കും. പ്ലാൻ വിഹിതം ഒന്നും കുറച്ചിട്ടില്ല, അതൊക്കെ തെറ്റായ കാര്യം. പ്ലാൻ ആദ്യത്തെ ഗഡു കൊടുക്കാൻ പോവല്ലേ. പ്ലാൻ വിഹിതം കുറച്ചതിന്റെ കാര്യം അസംബ്ലിയിൽ എത്ര പ്രാവശ്യം പറഞ്ഞാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ 20,000 കോടി ഇല്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയേക്കും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,000 കോടി. കേന്ദ്ര സർക്കാർ 16ാം ധനകാര്യ കമ്മീഷൻ 2.8% കേരളത്തിന് തന്നേക്കും. അപ്പൊ 2.32 കിട്ടിയുള്ളൂ. അപ്പൊ 5,000 കോടി പോയി. 20,000 കോടി ഇല്ല. ഞാൻ പറഞ്ഞാൽ എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്, ഒരു ധനകാര്യമന്ത്രിയും ഫേസ് ചെയ്യാത്ത ക്രൈസിസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ 5,000 കോടിയെ കുറച്ചുള്ളൂ പ്ലാനിൽ നിന്ന്. എന്നിട്ട് SC/ST-യുടെയും ഫിഷറീസിന്റെയും നിലനിർത്തുകയും ചെയ്തു. 35,000 കോടി പ്ലാൻ ആയിരുന്നുവെങ്കിൽ അവർക്ക് എത്ര കിട്ടുമായിരുന്നു, അവർക്കൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടി ചെയ്തു. സ്വാഭാവികമായിട്ടല്ലേ 20,000 കോടി ഇല്ലാത്ത 20,000 കോടി എവിടെ നിന്നുണ്ടാക്കും? അല്ല, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. സ്പിൽ ഓവറേജ് ചെയ്യണ വർക്കുണ്ട് ഇപ്പുറത്തേക്കാണ്, അതിന്റെ പൈസ കൊടുക്കുന്നത്. നിങ്ങളിത് ഞാൻ പറയാ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മാധ്യമങ്ങളിലും വരുന്ന വാർത്തകളാണ്. നിങ്ങൾ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ഈ ഓരോ ഗഡുവും കൊടുത്തിരിക്കുന്ന സമയം ഒന്ന് പരിശോധിക്കുക. നമ്മളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പഠിക്കുകയും കൂടി ചെയ്താൽ നല്ലതാണ്. കഴിഞ്ഞ 2-3 വർഷം, ഞാൻ എന്നോട് റിക്വസ്റ്റ് ആണ്, 2-3 വർഷങ്ങളിൽ ഇത് ആദ്യം ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുത്തത്? ഡിസംബറിൽ കൊടുക്കേണ്ടത് എന്നാ കൊടുത്തത്? ഡിസംബറിൽ കൊടുക്കേണ്ടത് 3ാം ഗഡുവാണ്. ആ 3ാം ഗഡു കൊടുത്തു കഴിഞ്ഞാലുള്ള മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ തീരുകയാണ്. ഇത് കൊടുക്കുകയാണ്. മനസ്സിലായി? നമ്മൾ കൊടുക്കുക, നമ്മുടെ ഗവൺമെന്റ് വന്നാണ് ഇത് നമ്മൾ പരിശോധിക്കണം. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയോ. കേരളത്തിൽ റൂറൽ ഏരിയ കുറവാക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 300 കോടിയാണ് റൂറൽ ഏരിയക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം കേരളത്തിൽ സെൻസസ് ടൗണുകളുണ്ട്. സെൻസസ് ടൗൺ പലതും പഞ്ചായത്താണ്. ഈ സെൻസസ് പറഞ്ഞ് അതെല്ലാം അർബൻ ഏരിയയിലേക്ക് കൊടുത്തു. അപ്പൊ സത്യത്തിൽ റൂറൽ ഏരിയയിലേക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഈ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടിന് ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് ടൈഡ് ഫണ്ടാണ്, പല നിബന്ധനകളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് 16ാം ധനകാര്യ കമ്മീഷൻ ഇങ്ങനെ കേരളത്തിലെ റൂറൽ അർബൻ നിർവചനം അവരുടെ തെറ്റാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ചർച്ച കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻസസ് ടൗൺ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ടൗൺ ആണെന്ന് പറഞ്ഞിട്ട് അർബൻ ഏരിയയിലേക്ക് വെച്ചിരിക്കുകയാണ്. അത് പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റില്ല. ഈ സെൻസസ് ടൗൺ എല്ലാം പഞ്ചായത്തിന്റെ കീഴിലാണ്. ഒരുപാടെണ്ണം വളരെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെ കീഴിൽ തെറ്റായ ഒരു അസസ്മെന്റ് ആണ് 16ാം ധനകാര്യ കമ്മീഷൻ നടത്തിയത്. അതിന്റെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ നേരിടുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ കൂടി ഞങ്ങൾ I have already explained. He has written a letter and I have that letter was forwarded to Honorable Home Minister. They will take action accordingly. നിങ്ങളെല്ലാം വാർത്ത കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അതിന്റെ വിഷ്വല് കണ്ടോ? വിഷ്വല് കണ്ടിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്. പലരും പ്രതികരിക്കും. കാരണം പലരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പലരും പ്രതികരിക്കും. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയാണ്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിന്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും എന്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും, അവര് പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന. അറിയാലോ, നിങ്ങളുടെയൊക്കെ അമ്മമാര് പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എൻ്റെ നാവിൽ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ
അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്? അല്ലല്ലല്ല, കേട്ടോ, നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് കേൾക്ക്. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെന്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? അല്ലല്ല, മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണ്? അല്ലല്ല, അതെന്താ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിന് പുതിയതായിട്ട് വരുന്നതല്ലേ? ഞാൻ പറഞ്ഞ അത് കൊടുക്കണമെന്നാണ്, മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടില്ലേ? നിങ്ങള് മൈക്രോസ്കോപ്പ് അല്ലല്ല, കുറച്ച് ആളുകള് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണത്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണം എന്ന് പറയില്ല. നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. എടാ, ഇതൊന്നും പോവില്ല. എന്റെ വിശ്വാസ്യതയും എനിക്ക് ഈ നിലപാട്. എന്നിട്ട് പറയാണ്, ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16-ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഐ ഹാവ് ഓൾറെഡി ആൻസേർഡ്. ഇനി വേറെ എനി മോർ ക്വസ്റ്റ്യൻ? ഇത് അനുവദിക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല. നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാനൊരു പൊസിഷനിൽ നിന്ന് സംസാരിക്കുക. നിങ്ങൾ പത്രസമ്മേളനം ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കി. ഞാൻ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇരുന്ന് തന്നിട്ടില്ല. ഇതുപോലെ നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാം. പക്ഷേ നിങ്ങൾ ആ മര്യാദ നിങ്ങൾ കൂടി കാണി. നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കുന്നത്? അപ്പൊ തന്നെ നടപടി എടുത്തല്ലോ. എനിക്കാണ് കത്തയച്ചത്. അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തെറ്റായ ഒരു കാര്യമാണ് അവർക്കെതിരെ പ്രചരിപ്പിച്ചത്. അപ്പൊ തന്നെ നടപടി എടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, എന്താ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ്? ഈ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ എന്താ ഹൈക്കോടതിയിൽ പറഞ്ഞത്? ഇപ്പൊ വന്ന കേസ് തള്ളിക്കളയണമെന്നാണ് പറഞ്ഞത്. ആണല്ലോ. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഉള്ള 4 കേസുകൾ തള്ളിക്കളയണം ഹൈക്കോടതി. വഖഫ് ബോർഡ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമിച്ച വഖഫ് ബോർഡ് നേരെ സുപ്രീം കോടതി പോയി. എന്നിട്ട് അവരെ പ്രവർത്തനം ഫ്രീസ് ചെയ്തു ഹൈക്കോടതി. എന്നിട്ട് പറഞ്ഞു സംസ്ഥാന സർക്കാർ കേസ് തള്ളിക്കളയണം എന്ന് ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി അത് തള്ളിക്കളയാതെ അവരുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ചു. പ്ലീസ് നോ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ സംസ്ഥാന സർക്കാർ ഈ കേസ് തള്ളിക്കളയണം എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു വന്ന പിന്നെ എന്താ ഇതിന്റെ അകത്ത് വിവാദം? രണ്ടാമത്തെ കാര്യം ഈ വഖഫ് ബോർഡ് LDF സർക്കാർ വെച്ച വഖഫ് ബോർഡ് അവിടെ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ ചെയ്തോളാം. ഈ 2 പേരെ കൂടി വെച്ചുകൊണ്ട്, അമുസ്ലിങ്ങളായ ആളുകളെ കൂടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പുനഃസംഘടിപ്പിച്ചു കൊള്ളാം. മൂന്നാമത് പറഞ്ഞൊരു കാര്യം അറിയാമോ? ഇത് പുതിയ സർക്കാർ അത് ചെയ്യാത്തത്. അത് പുതിയ സർക്കാർ വന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഈ 2 അമുസ്ലിങ്ങളെ വെക്കാത്തത് എന്നാണ് വഖഫ് ബോർഡ് പറഞ്ഞത്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇത് കൂടി കേട്ടോ. കഴിഞ്ഞ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞതെന്നാ 14/12/2024 ഡിസംബർ 24-ാം തീയതി കഴിഞ്ഞു. സാധാരണഗതിയിൽ കാലാവധി കഴിയും മുമ്പ് തന്നെ അത് പുനഃസംഘടന നടപടി തുടങ്ങും. 4 മാസത്തിനകം ബോർഡ് വരുമെന്ന് 29/11/24 സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 24 വർഷത്തില് പുതിയ ബോർഡ് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ അതിന്റെ കാലാവധി കഴിയുമ്പോൾ അത് നിലനിൽക്കുമായിരുന്നു. സർക്കാർ ചെയ്തെന്താ? ഈ പുതിയ ഭേദഗതി, വഖഫിലെ ഭേദഗതി വരുന്നത് വരെ കാത്തിരുന്നു. ഭേദഗതി വന്നത് 8/4/2025
4 മാസം. അത് കഴിഞ്ഞിട്ട് പുതിയ ബോർഡിന് രൂപം നൽകിയത് 4/2/26 അപ്പൊ 14/12/24 കാലാവധി കഴിഞ്ഞിട്ട് പുനഃസംഘടിപ്പിക്കാതെ 4/2/26 പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഈ ഭേദഗതിയുടെ പ്രശ്നം വന്നത്. മനസ്സിലായ? എല്ലാ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാനായിട്ടാണ് പുതിയ ബോർഡ് രൂപീകരണം വൈകിപ്പിച്ചത്. മനസ്സിലായില്ലേ? അത് പ്രതിപക്ഷ അംഗങ്ങൾ പല രീതിയിൽ ബോർഡ് രൂപീകരിച്ചാൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ ആ തീരുമാനം വൈകിപ്പിച്ചത്. ആ തീരുമാനമാണ് ഇതിന്റെ മുഴുവൻ കാര്യം. പിന്നെ ഇപ്പൊ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി തിരിച്ചയച്ചല്ലോ. തിരിച്ചപ്പോ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഈ സെക്ഷൻ 14 ഇടപെട്ടില്ല. അതായത് മിനിമം അംഗങ്ങൾ മുസ്ലിം അംഗങ്ങൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിയമത്തിൽ. അതായത് 7 വരെ ആവാം. 7 വരെ ആയ വഖഫിലെ ഭൂരിപക്ഷം അമുസ്ലിങ്ങൾക്കാവും വഖഫ് ബോർഡിൽ. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു മിനിമം എന്നുള്ളത് 3 ഈ 14 ഇടപെട്ടില്ല. ഇത് മാത്രം വെച്ചു 3 പേര് മിനിമം അല്ല മാക്സിമം എന്നുള്ളത് 3 ആക്കി. മാക്സിമം 7 വരെ പോകാമായിരുന്നത് 3 ആക്കി. മാക്സിമം 3 പോകാൻ പറ്റുള്ളൂ, മിനിമം 2 ആക്കി. അതിന്റെ അർത്ഥം എന്താ? അത് ചെയ്യണമെന്ന് കോടതിയുടെ വിധി വരട്ടെ. ഇതാണ് വഖഫ് ബോർഡ് എടുത്ത സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞല്ലോ, കോടതിയുടെ വിധി പുറത്തു വരട്ടെ. കോടതി എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്? കോടതി ചർച്ച ചെയ്യല്ലേ, ഈ വിഷയം ചർച്ച ചെയ്യല്ലേ? കോടതിയുടെ വിധി വരട്ടെ, നമുക്ക് എന്താ ധൃതി? നിങ്ങളെ ഡേറ്റ് നോക്കിക്കോ. ഇതിനായിരിക്കില്ല വൈകിപ്പിച്ചത്. അന്ന് അത് രൂപീകരിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷാംഗങ്ങളെ കൂടി വരുമായിരുന്നു ഇതിന്റെ അകത്ത് ബോർഡിൽ. അത് വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡിലേ ചെയ്താണ്. അവിടുത്തെ ഓർഡർ വരുന്നതിന് മുമ്പ് അവരത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പൊ അത് തുടരുമായിരുന്നു, അതിന്റെ കാലാവധി വരെ തുടരുമായിരുന്നു. കാലാവധി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ പുതിയ നിയമം. അപ്പൊ ആ പുതിയ നിയമത്തിന്റെ കാര്യത്തിൽ തീരുമാനം വന്നേനെ, എന്തെങ്കിലും തീരുമാനം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളോട് ചൂണ്ടിക്കാട്ടും. കുണ്ടറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, അങ്ങനെ കാണാൻ വന്നവർ മർദ്ദിച്ചു എന്ന പരാതി, പത്തനംതിട്ടയിലെ 3 സംഭവങ്ങൾ തുടർച്ചയുണ്ടാകും. 3 മാസം പോലും തികയുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷം അങ്ങനെ പറയട്ടെ. എന്നെ കാണാൻ വന്ന വയോധികയെ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റായ വാർത്തയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പ്രായമായവരെ മുഴുവൻ ഞാൻ താഴെയാണ് കാണുന്നത്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ 3 മണിക്ക് അവിടെ ചെന്ന് അവരെ കണ്ടതിന് ശേഷമാണ്, മിക്കവാറും 100-ലധികം പേര് അവിടെ തന്നെ ഉണ്ടാവും. അവരെ കണ്ടതിന് ശേഷമാണ് ഞാൻ മുകളിൽ വന്ന്, ചിലപ്പോൾ പ്രായമായവരല്ലാതെയും ചിലപ്പോൾ കയറി വരും, പ്രായമായവരും ഉണ്ടാവും. ഞാൻ അവരെ ഇവിടെ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം. കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഈ വരാന്തയിൽ നിൽക്കുമ്പോഴുള്ള വിഷമം കൊണ്ടാണ് താഴെ അത് ഓപ്പൺ ചെയ്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും പ്രായമായ ആളുകൾക്കും ഇരിക്കാൻ സൗകര്യം കൊടുത്തത്. ഈ വയോധിക വീണ്ടും വന്ന് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് കോടതിയിലാണ്. എന്നെ വന്ന് കണ്ടിരുന്നു. നമുക്ക് ചെയ്യാൻ പരിമിതികളുണ്ട്. കേസ് കോടതിയിലാണ് ആൾക്ക്. അപ്പൊ അവര് താഴെ വന്ന് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കിയപ്പോ അവരെ പോകാൻ നിർബന്ധിച്ചിട്ട് അവർ പോയില്ല. അന്ന് അവരെ പോലീസ് കൊണ്ടുപോയി. ഇവരെ മകളെ വിളിച്ചു. അപ്പൊ മകള് വന്നില്ല കൊണ്ടുപോകാൻ. എന്നിട്ട് പോലീസ് ജീപ്പിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ടിക്കറ്റ് എടുത്തിട്ട് അവരെ യാത്രയാക്കിയത്. ഇതാണ് സംഭവം. തെറ്റായ വാർത്തയാണ്. അല്ല, അത് അവര് പരാതി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവര് തെറ്റായ പരാതിയാണ് കൊടുത്തത്. ഞാൻ അവർക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങളത് അന്വേഷിച്ചാൽ, നിങ്ങൾ അന്വേഷിക്കാൻ കൂടി വേണമല്ലോ. നിങ്ങൾ അന്വേഷിച്ചപ്പോ എന്താണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറയില്ല, ഞാൻ പറയണ ശരിയല്ല. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ കാര്യമാണെന്ന്. അല്ല, രണ്ടാമത്തെ കാര്യം ഈ ഒരു കുണ്ടറയിലെ കസ്റ്റഡി മരണ ആരോപണം ജൂൺ 16 ഒരു ആൺകുട്ടിയെ കാണാതായ പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. 17 വിട്ടയച്ചു. സംഭവം നടന്നു 13 ദിവസത്തിന് ശേഷം ജൂലൈ 2 സിയാദിന്റെ നാട്ടുകാരനായ ഒരു യുവാവിൽ നിന്ന് മർദ്ദനമേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുണ്ടറയിലെ കേസ് 13 ദിവസത്തിന് ശേഷം പോലീസ് വിട്ടയച്ച് 13 ദിവസത്തിന് ശേഷം ഒരാളും മർദ്ദിച്ചു. ജൂലൈ 25 അതായത് ആളെ വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. 1 മാസവും കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ റിപ്പോർട്ട് സിയാദിന്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം
DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിതാവിന്റെ സഹോദരൻ നൽകിയ മൊഴിയുടെയും ജൂലൈ 2 സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അല്ലാതെ അന്വേഷിക്കട്ടെ. പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കല്ലേ, അന്വേഷിക്കട്ടെ. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം. നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, എന്നിട്ടും അത് അന്വേഷണം നടത്താതെ തള്ളിക്കളയല്ല ചെയ്ത്. അന്വേഷണം നടത്തുകയാണ്. ഒരു സംഭവം ഉണ്ടായാൽ അന്വേഷിക്കണം. അല്ല, ഇത് പറഞ്ഞാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടും ഗവൺമെന്റ് എന്താ തീരുമാനം എടുത്തേക്കണത്? സർക്കാർ തീരുമാനം എടുത്തേക്കണം. ഞാൻ മൊഴിയുടെ കാര്യമാണ്. സർക്കാർ എടുത്തേക്കുന്ന തീരുമാനം എല്ലാ അടിസ്ഥാനത്തിലും ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. ആ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം എടുക്കും. അതൊരു കേസ് അന്വേഷണം നടക്കുമല്ലേ? കേസല്ല. നിങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി ആ റിപ്പോർട്ടിലെ പാർട്ടി അതിന്റെ മതേതര നിലപാട് കളഞ്ഞു കുളിച്ചെന്നാണ് റിപ്പോർട്ട്. അപ്പൊ ഞങ്ങളുടെ ആരോപണം, പ്രതിപക്ഷം അന്നായിരുന്നപ്പോ ഞങ്ങൾ അന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ ആരോപണം CPM കേന്ദ്ര കമ്മിറ്റി അടിവരയിട്ട് ശരിവെച്ചിരിക്കുന്നു. എന്താ ചെയ്തത്? ഞാൻ വിമർശിച്ചാണ് മുഖ്യമന്ത്രി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വായിക്കുകയാണ്. ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തത്? എന്ത് പ്രസക്തിയാണ് UP മുഖ്യമന്ത്രിയുടെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയിൽ വായിക്കാൻ? എന്താ റെലവൻസ്? തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലങ്കാനയിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നത്. UP മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ കത്ത് വായിച്ച് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? പക്ഷെ പിണറായി വിജയൻ മറുപടി പറയണം. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ് മതേതര നിലപാട് കളഞ്ഞു വിളിച്ചു. CPMന് തിരിച്ചറിവുണ്ടാവും. വർഷങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതുപോലെ സഹകരണ ബാങ്ക് കൊള്ള, പെൻഷൻ കുടിശ്ശിക, നികുതി വർധന, കർഷക തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ ഇടയായി എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. മനസ്സിലായ? ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്ന ഇവരുടെ എല്ലാം നിലപാട് കേന്ദ്ര കമ്മിറ്റി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. Yes, Rahul Gandhi is our leader. We are supporting the statements made by Rahul Ji. ശ്രീയെ സംബന്ധിച്ച് കഴിഞ്ഞതിന്റെ മുൻപത്തെ ക്യാബിനറ്റ് തന്നെ വരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്യാബിനറ്റ് കഴിഞ്ഞ് വന്നില്ല. ഇന്നത്തെ ക്യാബിനറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അല്ല, ആരാണ് പറഞ്ഞത് കഴിഞ്ഞ ക്യാബിനറ്റിൽ വരുമെന്ന്? ഇല്ല, നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അത് വരുമെന്ന് ക്യാബിനറ്റിലെ ആ റിപ്പോർട്ട് വരുമ്പോ ക്യാബിനറ്റ് പരിശോധിക്കും. വരട്ടെ, വരുമ്പോ പരിശോധിക്കും. അത് തീരുമാനം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കും. അതൊക്കെ നാളത്തെ UDF യോഗത്തിലെ ചർച്ച. ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തില് എന്നോട് ചോദിക്കുന്നതിന്റെ ഔചിത്യം എന്താണ്? നാളത്തെ UDF ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ നാളെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് അതിന്റെ? ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്തും ചോദിക്കാം എന്നുള്ളതുകൊണ്ടാണ്. ഒരു ചോദ്യം 3 പ്രാവശ്യം ചോദിക്കണ്ട. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ മധുര. എല്ലാവർക്കും നന്ദി, നമസ്കാരം.